ഫാക്ടറി രാസമാലിന്യ മത്സ്യക്കുരുതി. ആലുവയിലെ സാമൂഹ്യ സംഘടനകളുടെ കൂട്ടായ്മ 10,000 മത്സ്യക്കുഞ്ഞുങ്ങളെ പെരിയാറിൽ തുറന്നുവിടുന്നു. സെന്റ് സേവേഴ്സ് കോളേജ് NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ജനസേവാ ശിശുഭവൻ, കേരള ആക്ഷൻ ഫോഴ്സ്, അൻവർ പാലിയേറ്റീവ് കെയർ, പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പെരിയാറിന് മത്സ്യക്കുഞ്ഞുങ്ങളെ സംഭാവന ചെയ്തത്. 10,000 മത്സ്യക്കുഞ്ഞുങ്ങളെ സംഭാവന ചെയ്യുന്ന പരിപാടിയിലെ ആദ്യഘട്ടമാണ് ഇന്ന് സെന്റ് സേവേഴ്സ് കോളേജ് കടവിൽ നടത്തിയത്. വാള, വരാൽ, ഗ്ലാസ് ഹണ്ടർ, കറുപ്പ് തുടങ്ങിയ ശുദ്ധജല മത്സ്യങ്ങളെയാണ് മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിന് ആദ്യഘട്ടത്തിൽ പെരിയാറിലേക്ക് തുറന്നുവിട്ടത്. പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തു. എന്തായിരുന്നു വൈ നോ ഡിസൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം പേർക്ക് അയച്ചു കൊടുത്തു. ഞാൻ ഈ പെരിയാറിന്റെ തീരത്താണ് ഞാൻ താമസിക്കുന്നത്. അതിന്റെ നല്ല ഗുണവും ചീത്ത ഭാവവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പലതവണ ഈ പെരിയാറിനെ കുറിച്ച് പലരോടും ഞാൻ എഴുതുകയും 2 തവണ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും പെരിയാറ് സംരക്ഷിക്കണം, മണൽ വാലുകയാണ്, വിഷം കലർന്ന വെള്ളമാണ് ഇരിക്കുന്നത്, ഇതെല്ലാം പറഞ്ഞ് പലതവണ ഞാൻ പിന്നെ അവസാനം ഹൈക്കോടതി വലിയ തീരുമാനങ്ങളെടുത്ത് ഗവൺമെന്റ് ഉടനെ നടപടിയെടുക്കണം. 30-40 വർഷമാണ് ഒരു നടപടി ഗവൺമെന്റ് എടുത്തില്ല. ഇനിയും ചത്തു പോകും, അതിന് സംശയമില്ല. ഇത് ആദ്യമായിട്ടല്ല ചേർത്ത് പറയുന്നത്. 2-3 വർഷത്തിന് മുമ്പേ മത്സ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ കൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എറണാകുളം ഡിസ്ട്രിക്ട് മുഴുവനും അതിന്റെ കുടിക്കാനുള്ള വെള്ളം ആലുവയിൽ നിന്നാണ് പോകുന്നത്. ഈ ഇതിനാണ് പോകുന്നത്. ജനസേവാ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി, കൺവീനർ ജോബി തോമസ്, സെന്റ് സേവേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസ്, മാനേജർ സി ചാൾസ്, NSS കോർഡിനേറ്റർമാരായ ഡോക്ടർ മരിയ പോൾ, ഡോക്ടർ കെ ലേഖ, റെഡ് ക്രോസ് ജില്ലാ വൈസ് പ്രസിഡന്റ് EA ഷബീർ, പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് സെക്രട്ടറി PA ഹംസകോയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആലുവ.